ഇന്നിപ്പോ പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാതിലും പൂട്ടി പോവാണ്. അപ്പൊ നമ്മള് ലൊക്കേഷൻ ഒക്കെ നോക്കിയാണ് പോകേണ്ടത്. നമ്മളെ തൊട്ടടുത്തേക്ക് തന്നെ കുറച്ച് ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെട്ടു. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. കടവ് സ്റ്റേ പറഞ്ഞ ഒരു ചെറിയ റിസോർട്ട് കേട്ടോ നമ്മൾ പോകേണ്ടത്. എവിടെ ചെന്നാലും തീറ്റ തന്നെയാണല്ലോ മുഖ്യം. ചെമ്പ് കണ്ടപ്പോ ഞാനൊന്നും നോക്കില്ല, അതിന്റെ ബാക്കിലാണ് പോയി. അപ്പോഴാണ് അസ്മത്ത് പറഞ്ഞത് ചെമ്പ് ഇപ്പൊ പൊട്ടിച്ചൂല, മാണി കുറച്ച് വെള്ളം കുടിച്ചോ. അത് കേട്ടപാട് ഷിയമോൾ ചാടി വീണ് വെള്ളത്തിൽ. ഏതായാലും അസ്മത്താന്റെ ചെറി കണ്ടപ്പോ ഒരു ഗ്ലാസ് വെള്ളം ഞാനും വേണ്ടി കുടിച്ചു. ഇപ്പോഴത്തെ കാലത്തുള്ള അരിക്കുത്ത്, ഗോതമ്പ് കുത്ത്, നെല്ലുകുത്ത് അങ്ങനത്തെ ഒക്കെ പറ്റിയ ഒരു പഴയ തറവാട് റിസോർട്ട് ആക്കിയതാണ്. ഇതൊന്ന് കണ്ടോ. നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ ഇവിടെ വന്നാൽ കിട്ടുട്ടോ. ഇനിയിപ്പോ കല്യാണം മഞ്ഞായാലും പച്ചായാലും ഇനി ചോപ്പന്നായാലും കുഴപ്പമില്ല, അതിന് പറ്റിയൊരു സ്പോട്ടാണ് ഇതിട്ടാ. അപ്പൊ ഈ സ്പോട്ട് എവിടെയെന്ന് അറിയണ്ടെങ്കിൽ ഇത് നമ്മളെ കോട്ടക്കന്ന് മലപ്പുറത്തേക്ക് പോകണടുത്ത് പൊന്മള പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിക്കണ്ടേ നമ്മളെ ഗ്രൂപ്പിൽ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനാട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളെ ഗ്രൂപ്പില് മമ്മക്കൊരു സർപ്രൈസ് ആണ് നമ്മൾ കൊടുക്കണ്ടേ. മൂപ്പത്തേര് അറിയാതെ ഞങ്ങളെല്ലാരും കൂടി ഒരു മോം ട്യൂബാണ് സെറ്റ് ആക്കിയതാട്ടാ. ഞങ്ങൾക്ക് മോം ട്യൂബി ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം കണ്ടപ്പോ നാട്ടുവർത്താനം പറഞ്ഞാണ്ടി ഓലോട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് നല്ല തിരക്കിലാട്ടാ. അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ചെമ്പ് പൊട്ടിക്കണേ. പൊട്ടി വീണ് ഞാൻ അറിഞ്ഞപ്പോ ഇവിടെ ഓരോരുത്തുള്ള ചെമ്പിന് വീണിക്കണട്ടാ. എങ്ങനെയുണ്ട്